പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വലിയൊരു മഹദിയാണ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. നഫീസത്തുൽ മിസ്രിയ ബീവിയുടെ ജീവിതത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുവന്ന് ഇബ്രാഹിം നബി കൊടുക്കുന്ന 2 ഉപദേശങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഉപദേശം ഒരു സൂറത്ത് സ്ഥിരമായി ഓതണമെന്നാണ്. ഏതാണ് ആ സൂറത്ത്? ഇബ്രാഹിം നബി പറഞ്ഞു കൊടുക്കണമെങ്കിൽ അതിൻ്റെ നേട്ടമൊക്കെ ഒന്ന് വേറെ തന്നെയായിരിക്കും. അപ്പോൾ വിശുദ്ധ ഖുർആനിലെ അതിശ്രേഷ്ഠമായ 20 ആയത്തുകൾ മാത്രമുള്ള ഒരു സൂറത്ത്, ആ സൂറത്ത് നഫീസത്തുൽ മിസ്രിയ ബീവി ജീവിതകാലം മുഴുവനും ഓതി എന്നാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് അത് ഓതണം. ആ സൂറത്ത് ഏതാണ്? ആ സൂറത്ത് ഓതിയാൽ കിട്ടുന്ന 5 പ്രധാനപ്പെട്ട വലിയ മഹത്വം, നേട്ടം, ഗുണം ഏതൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് വിശദീകരിച്ച് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അവസാനം വരെ കാണാൻ മറക്കണ്ട. സ്ത്രീകൾ, ഉമ്മമാർ എന്തായാലും ജീവിതത്തിൽ എല്ലാ ദിവസവും ഓതിയിരിക്കൽ വളരെ അത്യാവശ്യമെന്ന് മഹത്തുക്കൾ പഠിപ്പിച്ചൊരു സൂറത്താണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് സമയം കളയണ്ട, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലം. ബഹുമാന സ്നേഹം നിറഞ്ഞ ഉമ്മമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, വാപ്പമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ എല്ലാവരെയും സ്വർഗത്തിൻ്റെ അഹലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനവധി പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉള്ളവരാണ് ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നമ്മളിൽ ഓരോരുത്തരും. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മാറ്റി എല്ലാവിധ ഖൈറും ബറക്കത്തും ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണ് നമ്മൾ. നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, നഫീസത്തുൽ മിസ്രിയ എന്ന് പറയുന്ന മഹദി അവറുകളുടെ ചരിത്രമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പേര് കേൾക്കാത്തവർ കുറവായിരിക്കും അല്ലെ? നഫീസത്തുൽ മിസ്രിയ. അപ്പോൾ ഈ നഫീസത്തുൽ മിസ്രിയ എന്ന് പറഞ്ഞാൽ വലിയ ഒരു മഹദിയാണ്. ഒരുപാട് ഇബാദത്ത് ചെയ്ത, പ്രത്യേകിച്ച് അവരെ പറ്റി പറയുന്നത് അവരെ ജീവിതത്തിൽ തന്നെ ലക്ഷക്കണക്കിനെന്ന് തന്നെ പറയാം ഖത്തുമുകൾ, വിശുദ്ധ ഖുർആനൊക്കെ ഓതി തീർത്തവരാണ്. അവർക്ക് തന്നെ അറിയില്ല ഞാൻ എത്രമാത്രം ഖത്തുമുകൾ ഓതിയെന്ന്. മാത്രമല്ല, മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ വിശുദ്ധ ഖുർആൻ മൊത്തം ഓതി തീർക്കുന്നത് താൻ മരിച്ചാൽ എവിടെയാണ് ഖബറടക്കേണ്ടത് അത് കാണിച്ചു കൊടുത്തൊരു ഖബർ കുഴിച്ചിട്ട് ആ ഖബറിന്റെ ഉള്ളിൽ ഇരുന്ന് അവർ ഖുർആൻ ഓതിയിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാം. നഫീസത്തുൽ മിസ്രിയ ബീവിയെ ഇന്നത്തെ കാലത്തുള്ള സഹോദരിമാർക്ക് പരിചയം ഉണ്ടാകും, പക്ഷെ കുറവാണെങ്കിലും പണ്ടുള്ള നമ്മുടെ വല്ലുമ്മമാർക്കൊക്കെ നഫീസത്തുൽ മിസ്രിയ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഭയങ്കര ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. കാരണം ഈ പ്രസവ സംബന്ധമായ വേദന സ്ത്രീകൾക്ക് വരുമ്പോൾ നഫീസത്ത് മാല പാടാനൊക്കെ പണ്ടുള്ള ആളുകൾ പറയാറുണ്ട്. ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബില്ലി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിട്ടുള്ള നഫീസത്ത് മാലയുണ്ട്. അപ്പോൾ ആ നഫീസത്ത് മാല ഇങ്ങനെ പാടുമ്പോൾ അത് കേട്ടിട്ട് പ്രസവിക്കുന്ന പ്രസവവേദന കുറഞ്ഞു വരുന്ന ആ ഒരു തരത്തിലേക്കൊക്കെ അന്ന് വിശ്വസിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അല്ലാഹു തആല മഹദിയോടൊപ്പം നമ്മളെയൊക്കെ സ്വർഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നഫീസത്തുൽ മിസ്രിയ ബീവിയും അവരുടെ ഭർത്താവാകുന്ന ഇസ്ഹാഖ് ബിൻ മുഅ്തമിർ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേരും പരിശുദ്ധമായ ഹജ്ജിന് പോവാൻ ഭയങ്കര ആഗ്രഹം. അങ്ങനെ ഹജ്ജിന് പോവാൻ ഇവർ ആഗ്രഹിച്ച് ദുആ ചെയ്ത് അങ്ങനെ സാമ്പത്തികമൊക്കെ ഒപ്പിച്ച് പതിയെ ഇവർ ഹജ്ജിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ പരിശുദ്ധമായ കഅബാലയത്തിൽ ചെന്നു. വിശുദ്ധമായ ഹജറുൽ അസ്വദിനെ മനം നിറയെ കണ്ടു, കഅബയെ കണ്ടു, കഅബയെ തവാഫ് ചെയ്തു. ഹജറുൽ അസ്വദിനെ മതിയാവോളം അവർ മുത്തി. അവരിങ്ങനെ ദുആ ചെയ്തു. അങ്ങനെ ഹജ്ജിന്റെ പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞു. എന്നിട്ട് തിരിച്ച് അവർ പരിശുദ്ധമായ കഅബയുടെ അടുക്കിലേക്ക് വന്നു. എന്നിട്ട് നഫീസത്തുൽ മിസ്രിയ ബീവി റളിയല്ലാഹു തആല അൻഹ പരിശുദ്ധമായ കഅബയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അവരിങ്ങനെ പറഞ്ഞു എന്നാണ്, അല്ലാഹുവേ പടച്ചവനെ, ഈ പരിശുദ്ധമായ നിന്റെ കഅബാലയം പണിത ഞങ്ങളുടെയൊക്കെ പിതാവാകുന്ന മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അല്ലാഹുവേ പടച്ചവൻ, എനിക്ക് ആ ഇബ്രാഹിം നബിയെ ഒന്ന് സ്വപ്നത്തിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ ആഗ്രഹം നീ സഫലീകരിച്ച് തരണേ അല്ലാ എന്ന് മഹദിയായ നഫീസത്തുൽ മിസ്രിയ ബീവി ദുആ ചെയ്തു. അങ്ങനെ ഹജ്ജെല്ലാം കഴിഞ്ഞു. ഇവർ പതിയെ നാട്ടിലേക്ക് മടങ്ങി. അങ്ങനെ നാളുകൾക്ക് ശേഷം വീണ്ടും ഇവരിങ്ങനെ പല സ്ഥലങ്ങളിലേക്കും യാത്ര പോകും. ഈ നഫീസത്തുൽ മിസ്രിയ ബീവിയുടെ ഭർത്താവാകുന്ന ഇസ്ഹാഖ് ബിൻ മുഅ്തമിർ
വലിയ സ്വാത്വികനായ അദ്ദേഹം ഇങ്ങനെ യാത്ര പോകുന്ന ആളാണ്. അങ്ങനെ ഒരിക്കൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി മഹാനവകൾ പോകുമ്പോൾ ആ കൂട്ടത്തിൽ നഫീസത്തുൽ മിസ്രിയ ബീവിയും പോവുകയാണ്. അങ്ങനെ ചെന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ ചാരെ ചെന്നു. അവിടെ ഇരുന്നു വിശുദ്ധമായ ഖുർആനുകൾ ഓതി, ദിക്റുകൾ പറഞ്ഞു. പ്രത്യേകിച്ച് ഇബ്രാഹിം നബിയുടെ പേരിൽ അറിയപ്പെടുന്ന ഇബ്രാഹിമിയ സ്വലാത്ത് അവിടെ വെച്ച് മഹദിയായ നഫീസത്തുൽ മിസ്രിയ ബീവി ഒരുപാട് കണ്ടു പറഞ്ഞു എന്നാണ്. ഒരുപാട് പറഞ്ഞു. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. ഇതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു. എന്നിട്ട് പരിശുദ്ധമായ സൂറത്തുൽ ഇബ്രാഹിം അതിങ്ങനെ പാരായണം ചെയ്തു. ഇബ്രാഹിം നബിയുടെ പേര് വിശുദ്ധ ഖുർആനിൽ ഏതൊക്കെ സ്ഥലത്ത് പറയുന്നുണ്ടോ ആ ആയത്തുകൾ ഇങ്ങനെ മടക്കി ഓതി. എന്നിട്ട് നല്ലവണ്ണം ദുആ ചെയ്തു. ഇബ്രാഹിം നബിക്ക് വേണ്ടി, അവിടുത്തെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്തു. എന്നിട്ട് മഹദി അവർകൾ ആ മഖ്ബറയിൽ സിയാറത്ത് കഴിഞ്ഞിട്ട് തിരിച്ചിങ്ങനെ എഴുന്നേറ്റ് വരുമ്പോൾ മഹദി അവർകൾക്ക് പെട്ടെന്നൊരു ക്ഷീണം പോലെ തോന്നിയെന്നാണ്. മഹദി അവർകൾ ആ മഖ്ബറയുടെ ചാരെ പതിയെ ഇരുന്നു. അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വപ്നം കാണുകയാണ്. ഇബ്രാഹിം നബിയെ സ്വപ്നം കാണുകയാണ്. പരിശുദ്ധമായ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം വിശുദ്ധമായ കഅബയെ നോക്കിയിട്ട് അന്ന് നഫീസത്തുൽ മിസ്രിയ ബീവി വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു, അല്ലാഹുവേ ഈ കഅബ പണിത ഇബ്രാഹിം നബിയെ ഒന്ന് സ്വപ്നം കാണാനുള്ള അവസരം തരണം. അങ്ങനെ അല്ലാഹു ആ അവസരം അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ഇബ്രാഹിം നബിയെ സ്വപ്നം കണ്ടു. ഇബ്രാഹിം നബിയോട് അവരിങ്ങനെ സംസാരിച്ചു. സ്വപ്നത്തിൽ ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മഹദിയായ നഫീസത്തുൽ മിസ്രിയ ബീവിയോട് പറയുന്നു, നഫീസ, ഞാൻ 2 ഉപദേശങ്ങൾ നിനക്ക് തരാം. 2 ഉപദേശങ്ങൾ തരാം. ഇത് രണ്ടും നീ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. അങ്ങനെ നഫീസത്തുൽ മിസ്രിയ ബീവിയോട് പറഞ്ഞു കൊടുക്കുന്ന ഇബ്രാഹിം നബിയുടെ 2 ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം, യാ ബിന്തി, എന്റെ പൊന്നുമോളെ എന്ന് വിളിച്ചിട്ടാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുന്നു. ഒന്നാമത്തെ ഉപദേശം, മോളെ, നീ എവിടെയായിരുന്നാലും നിന്റെ ഭർത്താവിന് വഴിപ്പെടുന്നവളാവുക. അതായത് ഭർത്താവിനെ സ്നേഹിക്കുക, അല്ലെ, ഭർത്താവിന് ഖിദ്മത്തുകൾ ചെയ്യുക. തിരിച്ച് ഭർത്താക്കന്മാര് ഭാര്യമാർക്കും അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ട ഖിദ്മത്തുകൾ ചെയ്തു കൊടുക്കുക. ഭർത്താവിനെ വേദനിപ്പിക്കരുത്, ഭാര്യയെ വേദനിപ്പിക്കരുത്. ഒരു നോട്ടം കൊണ്ടുപോലും ഭാര്യയെ വേദനിപ്പിക്കുന്ന ഭർത്താവ് അവൻ നരകത്തിന്റെ അവകാശിയാണെന്ന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് അസ്സൗജു മുഅദ്ദബുൻ ലിബുഖാഇ സൗജതിഹി അലൈഹി എന്ന് പോലും നമുക്ക് ഹദീസിൽ കാണാം. അതുകൊണ്ട് ഭാര്യയെ വേദനിപ്പിക്കരുത്, ഭർത്താവിനെ അനുസരിക്കാതിരിക്കരുത്. ഇതാണ് ഒന്നാമത്തെ ഉപദേശം. കുടുംബ ബന്ധം, കുടുംബജീവിതം നന്നാക്കണം. രണ്ടാമത്തെ ഉപദേശം കൊടുത്തത്, ഇത് നഫീസത്തുൽ മിസ്രിയ ബീവിക്ക് വേണ്ടി മാത്രമുള്ള ഉപദേശമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള ഉപദേശമാണ്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ സ്വസ്ഥതയും സമാധാനവും തരണേ അല്ലാ. എത്രയോ സഹോദരിമാർ, ഉമ്മമാർ വീടിന്റെ 4 മൂലകൾക്കിടയിലിരുന്ന് വിഷമിക്കുകയാണ്, സങ്കടപ്പെടുകയാണ്, ദുഃഖിക്കുകയാണ്. അവർ വേദന കടിച്ചിറക്കുകയാണ്. ഭർത്താവിന്റെ ദുസ്വഭാവം, അയാൾ വന്ന് അടിക്കുന്നു, ഇടിക്കുന്നു, ഉപദ്രവിക്കുന്നു, ശാരീരികമായി മാനസികമായി. അതിലൊക്കെ സഹിച്ചു കഴിയുന്ന എത്രയോ സഹോദരിമാരുണ്ട്. ഭർത്താവ് വിഷമത്തിലാണ്, സങ്കടത്തിലാണ് ഭാര്യയുടെ ദുസ്വഭാവം കൊണ്ട്. അങ്ങനെ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നീ വലിയ സമാധാനം തരണേ അല്ലാ, സ്വസ്ഥത തരണേ അല്ലാ, ഞങ്ങൾക്കിടയിൽ ഇഷ്ടം തരണേ അല്ലാ, സ്നേഹം വർദ്ധിപ്പിച്ചു തരണേ അല്ലാ, ആമീൻ. 2, ഇനിയാണ് എന്റെ ഉമ്മമാര് ശ്രദ്ധിക്കേണ്ട 2ാമത്തെ ഉപദേശം. നീ മരിക്കുന്നത് വരെ മോളെ നഫീസ, നീ മുടങ്ങാതെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് നീ ഓതണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം നഫീസത്തുൽ മിസ്രിയ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്ന വിശുദ്ധമായ ഖുർആനിലെ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂറത്ത്. അത് വേറെ ഒന്നുമല്ല, വിശുദ്ധ ഖുർആനിലെ 20 ആയത്തുകൾ മാത്രമുള്ള അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് ഓതിയാൽ നമുക്ക് നേട്ടങ്ങൾ മാത്രമാണ് ഉണ്ടാവുക. സൂറത്തുൽ മുസമ്മിൽ. ആ സൂറത്ത് നീ പതിവായി ഓതണമെന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നഫീസത്തുൽ മിസ്രിയ ബീവിക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഏതാണ് സൂറത്ത്? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുസമ്മിൽ 20 ആയത്തേ ഉള്ളൂ. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നഫീസ ബീവിക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഒന്നാമത്തെ ഇതിന്റെ പ്രത്യേകത തന്നെ ആ മഹത്തുക്കൾ ഓതിയിരുന്ന, അല്ലെങ്കിൽ അവർ ഓതാൻ ആഗ്രഹിച്ച സൂറത്തല്ലേ.
ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഓതാൻ ആഗ്രഹിച്ച സൂറത്തല്ലേ? നഫീസത്തുൽ മിസ്രിയ ബീവി ജീവിതത്തിൽ മുടങ്ങാതെ ഓതിയ സൂറത്തല്ലേ? അത് തന്നെ ഈ സൂറത്തിന്റെ വലിയ മഹത്വമാണ്. കാരണം അവരൊക്കെ അങ്ങ് ഓതണമെങ്കിൽ അവർക്കതിൻ്റെ നേട്ടം അറിയാം. ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു നേട്ടമില്ലാതെ അവരൊന്നും ചെയ്യില്ല, ദുനിയാവിലും ആഖിറത്തിലും. അപ്പോൾ അതിൻ്റെ ആ ഒരു വലിയ നേട്ടം നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവണം. അതുകൊണ്ട് എൻ്റെ ഉമ്മച്ചിമാരെ, സ്ത്രീകൾ സ്പെഷ്യലായി ഓതേണ്ട ഒരു സൂറത്ത് തന്നെയാണ് സൂറത്തുൽ മുസമ്മിൽ. എല്ലാവരും ഓതണം, പുരുഷനും ഓതണം, സ്ത്രീയും ഓതണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ചെന്നു, അല്ലേ? നബി തങ്ങളുടെ 39 അര, 40 വയസ്സായിട്ടില്ല, 39 അര വയസ്സ് തൊട്ട് നബി തങ്ങൾ ഹിറാ ഗുഹയിൽ ധ്യാന നിരതനായിരിക്കുമായിരുന്നു. നബി തങ്ങൾ ഹിറാ ഗുഹയിൽ ഇരിക്കുമ്പോൾ നേരെ തന്നെ കഅബ ഷരീഫ് കാണാൻ പറ്റും. ഇന്ന് അത് കാണാൻ പറ്റില്ല, കാരണം ഇന്ന് ബിൽഡിംഗ് ഒക്കെ വന്നുപോയി. അപ്പൊ നേരെ തന്നെ പരിശുദ്ധ കഅബ കാണാൻ പറ്റും. ആ കഅബയെ നോക്കി നബി തങ്ങൾ ഇങ്ങനെ ദിക്റും ഔറാദുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, വിശുദ്ധ ഖുർആനിലെ ആദ്യത്തെ 5 ആയത്തുകൾ ഓതി കൊടുക്കുന്നു. അപ്പോൾ ഒരു മലക്കിനെ കണ്ട ആ ഒരു ഭയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങി പോവുകയാണ് ഖദീജ ബീവിയിലേക്ക്. അങ്ങനെ അവിടെ ചെന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, പേടിച്ച് വിറച്ച് പനിച്ച്, അല്ലേ? ഖദീജ സമ്മിലൂനി, എന്നെ പുതപ്പിട്ട് മൂട് ഖദീജ എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വിശാലമായ ചരിത്രമാണ്. അപ്പൊ അങ്ങനെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പനി പിടിച്ച് വലിയ പ്രയാസത്തിൽ, വലിയ വിഷമത്തിൽ, ഒരു വെപ്രാളത്തിൽ നബി തങ്ങൾ ഇങ്ങനെ മൂടി പുതച്ച് കിടക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നു, യാ അയ്യുഹൽ മുസമ്മിൽ, മൂടി പുതച്ച് കിടക്കുന്ന നബി എഴുന്നേക്ക്, മതി മതി നബിയെ എഴുന്നേക്ക്, നിങ്ങളിങ്ങനെ കിടക്കാനുള്ളവരല്ല, നിങ്ങളിങ്ങനെ മടിപിടിച്ചിരിക്കാൻ ഉള്ളവരല്ല, നിങ്ങൾ എഴുന്നേക്ക്, നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ഇനിയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആശ്വാസം പോലെ ഇറങ്ങിയ സൂറത്താണ് മുസമ്മിൽ സൂറത്ത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഓതിയാൽ നമുക്കും ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസം കിട്ടിയതുപോലെ നമുക്കും ഇത് ഓതിയാൽ ആശ്വാസമുണ്ടാകും. ഏത് പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് ഈ ഒരു സൂറത്തുൽ മുസമ്മിൽ. സൂറത്തുൽ മുസമ്മിൽ രോഗങ്ങൾക്കുള്ള ശിഫയാണെന്നാണ്. ഒരിക്കൽ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരു സ്വഹാബി വന്നു. ആ സ്വഹാബി വന്നിട്ട് വലിയ പരാതി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലം കഴിഞ്ഞു, ഉമർ തങ്ങൾ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു. ആ സമയത്താണ് ഒരു മനുഷ്യൻ വരുന്നത്. അലിയാർ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് പറയുന്നു, അലിയേ, എൻ്റെ 2 മക്കൾ, ആ 2 മക്കൾക്കും ഭയങ്കര രോഗമാണ്. രോഗമെന്ന് പറഞ്ഞാൽ തൊലി ഇളകിപ്പോകുന്ന രോഗമാണ്. ഞാൻ അവരൊന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം ഒന്ന് അവരെ നോക്കുമ്പോൾ അവരുടെ തൊലി എൻ്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കും, ഭയങ്കരമായ വേദനയാണ്. എൻ്റെ മക്കളുടെ വേദന കണ്ട് സഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഞാൻ എന്ത് ചെയ്യണം? നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഡോക്ടർമാരെ കണ്ടു, വൈദ്യന്മാരെ കണ്ടു, പക്ഷേ രോഗം മാറുന്നില്ല. എന്താണ് ചെയ്യേണ്ടത്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുന്ന 2 കാര്യം. ഒന്ന്, സ്വതക്ക കൊടുക്കണം. എന്താ സ്വതക്ക കൊടുക്കേണ്ടത്? വെള്ളം സ്വതക്ക കൊടുക്കണം. അന്ന് കിണറിൽ നിന്നും വെള്ളം കോരിയിട്ട് ആ വെള്ളം മറ്റുള്ളവർക്ക് സ്വതക്ക കൊടുത്തു ആ സ്വഹാബി. രണ്ടാമതായി പറഞ്ഞത് സൂറത്തുൽ മുസമ്മിൽ ഓതിയിട്ട് മക്കൾ മന്ത്രിക്കാനാണ്. അപ്പൊ ഇത് 2 കാര്യവും ആ സ്വഹാബി ചെയ്യുകയാണ്. 7 ദിവസം കഴിഞ്ഞ് ആ സ്വഹാബി വന്നു. അലിയാർ തങ്ങളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മക്കളുടെ രോഗം ശിഫയായി തുടങ്ങി, എൻ്റെ മക്കളുടെ രോഗം ശിഫയായി തുടങ്ങി. മക്കളുടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരെ, അത് ക്യാൻസർ ആവട്ടെ, മറ്റ് വൈറസ് സംബന്ധമായ അസുഖമാവട്ടെ, ഏത് രോഗമാണെങ്കിലും, മാനസികമായ രോഗമാവട്ടെ, സൂറത്തുൽ മുസമ്മിൽ ഓതി നിങ്ങൾക്ക് മന്ത്രിക്കാൻ പറ്റുമോ? 1-2 ദിവസം ഓതിയിട്ട് ഒരു കുറവില്ല, ഉസ്താദ് പറഞ്ഞൊക്കെ ചുമ്മാ തള്ളാണ്, വെറുതെയാണ് എന്ന് പറഞ്ഞ് പോവല്ലേ. 1-2 ദിവസം കൊണ്ട് നിർത്തല്ലേ, അതിങ്ങനെ ഓത് സൂറത്തുൽ മുസമ്മിൽ ഇങ്ങനെ ഓതിക്കൊള്ളുക. RCCയിലേക്ക് ചെല്ലുമ്പോൾ, അല്ലാഹ് പഠിച്ചവനെ, അങ്ങോട്ട് ഒരു രോഗിയെ കാണാനാണെങ്കിലും പോവേണ്ട ഒരു അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഓരോ മക്കള്, ചെറിയ കുട്ടികൾ ക്യാൻസർ രോഗം ബാധിച്ച് കണ്ണിലും മൂക്കിലും അവരുടെ ഗുഹ്യ അവയവങ്ങളിലും വയറിലും കവിളിലും ചെവിയിലും തലയിലൊക്കെ ഇങ്ങനെ ചെറിയ കുട്ടികൾ, 1, 2, 3 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ ഇങ്ങനെ അലറി വിളിച്ച് കരയുകയാണ്. ആ മാതാപിതാക്കൾ പറയുന്നത്, ഞങ്ങളുടെ മക്കളൊന്നും മരിച്ചെങ്കിലെന്നാണ്. കാരണം ഈ മക്കളുടെ വേദന ഇവർക്ക് എങ്ങനെ വിവരിക്കാൻ പറ്റും? മക്കൾക്ക് ഈ വേദനയാണെന്ന് പറയാൻ പറ്റൂല. മാത്രമല്ല ഇവരുടെ ഈ വേദന കണ്ടിട്ട് മാതാപിതാക്കൾക്ക് സഹിക്കുന്നില്ല. അങ്ങനെ മക്കളൊന്നും മരിച്ചെങ്കിലെന്ന, കാരണം വേദന തിന്ന് അവരിങ്ങനെ മരിക്കാതെ കൊല്ലാക്കൊലയായി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അത്രമാത്രം അസുഖങ്ങൾ ഉള്ള ആളുകളാണോ, പ്രയാസങ്ങളുള്ളവരാണോ, സൂറത്തുൽ മുസമ്മിലോത് അതൊരു കുറച്ച് വെള്ളത്തിൽ മന്ത്രിക്ക്, അത് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്ക്, നമ്മളൊക്കെ കുടിക്ക്, ഇൻഷാ അല്ലാഹ് രോഗങ്ങൾ മാറും. വലിയ പ്രതിസന്ധികൾക്കുള്ള പരിഹാരമാണ് സൂറത്തുൽ മുസമ്മിൽ. രണ്ടാമത്തേത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് ഭയങ്കര ഇഷ്ടം തോന്നും. നബിയോട് നമുക്ക് ഭയങ്കര ഇഷ്ടമുണ്ടാകും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നമ്മളോടും ഒരു ഇഷ്ടമുണ്ടാകും. അങ്ങോട്ടും ഇങ്ങോട്ടൊരു സ്നേഹം, ഒരു ഇഷ്ടം, പ്രണയം ഉണ്ടാവാൻ സൂറത്തുൽ മുസമ്മിൽ. ആരോട്? നബിയോട്.
നബിക്ക് ഇങ്ങോട്ടും നമുക്ക് അങ്ങോട്ടും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരുപാട് സൂറത്തുൽ മുസ്സമ്മിൽ ഓത്, ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുക. മൂന്നാമത്തേത്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭയങ്കര പ്രശ്നമാണ്, വഴക്കാണ്, ഇഷ്ടമില്ല, എന്ത് ചെയ്താലും കുറ്റമാണ്. അങ്ങനെയാണോ എങ്കിൽ ഭർത്താവോത് ഭാര്യയുടെ സ്വഭാവം നന്നാവും, ഭാര്യ ഓത് ഭർത്താവിൻ്റെ സ്വഭാവം നന്നാവും. പരസ്പരം സൂറത്തുൽ മുസ്സമ്മിൽ ഓതി നിങ്ങൾ ദമ്പതിമാരെ ദുആരക്ക്, നിങ്ങൾക്ക് ഖൈറായ ഒരു ജീവിതം ഉണ്ടാകും. അതുപോലെ തന്നെ നാലാമത്തേത്, മരണപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഹദിയയാണ് സൂറത്തുൽ യാസീൻ, സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനി, അല്ലേ? അത് നമ്മൾ ഓതിയിട്ട് നമ്മൾ മരണപ്പെട്ടവർക്ക് ദുആരക്കാറുണ്ട്. നിർത്തല്ലേ, സൂറത്തുൽ മുസ്സമ്മിൽ ഓത്, സൂറത്തുൽ മുസ്സമ്മിൽ ഓതിയിട്ട് എൻ്റെ വാപ്പാക്ക്, എൻ്റെ ഉമ്മാക്ക് ഇതിൻ്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്ക റബ്ബേ എന്ന് ദുആരെന്നാൽ ആ ഖബറിൽ അവർ സന്തോഷിക്കും. അതുകൊണ്ട് മരണപ്പെട്ടവർക്ക് സൂറത്ത് യാസീൻ ഓതുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സൂറത്തുൽ മുസ്സമ്മിൽ ഓതിയിട്ട് ദുആരക്ക് വലിയ ഖൈറുണ്ടാകും. 5, സൂറത്തുൽ മുസ്സമ്മിൽ ഒരു വട്ടം ഓത്, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് 7 വട്ടം പറയ്, എന്നിട്ട് ദുആ ചെയ്. നിന്റെ ദുആ അല്ലാഹു തആല വേഗത്തിൽ സ്വീകരിക്കും. അപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞത് ചുരുങ്ങിയ ഒരു 5 നേട്ടം മാത്രമാണ് സൂറത്തുൽ മുസ്സമ്മിലിന്റെ പറഞ്ഞത്. ഇങ്ങനെ നിരവധി അനവധി നേട്ടങ്ങൾ സൂറത്തുൽ മുസ്സമ്മിൽ ഓതിയാൽ ഇൻഷാ അല്ലാഹ് കിട്ടും. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പ, നമ്മൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും ഉള്ളവരാണ് ഞാനും നിങ്ങളൊക്കെ. മാറണോ അല്ലെ, അതിനൊക്കെ ഒരു മാറ്റം വരണോ, സൂറത്തുൽ മുസ്സമ്മിൽ ഓത്. നിങ്ങൾ സ്ഥിരമായി ഓതുന്ന സൂറത്തുകളിൽ ഈ സൂറത്തും കൂടി ഒന്ന് ആഡ് ചെയ്തിട്ട് ഓദിക്കോ, ഒരുപാട് നേട്ടമുണ്ടാകും, ഒരുപാട് പ്രതിഫലം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നഫീസത്തുൽ മിസ്രിയ ബീവിക്ക് പറഞ്ഞു കൊടുത്ത സമ്മാനമല്ലേ, ആ സമ്മാനം വെറുതെയാവില്ല, അതിന്റെ ഗുണം നമുക്കും കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ്സ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മരണം വരെ സൂറത്തുൽ മുസ്സമ്മിൽ ഓതാനും അതിൻ്റെ നേട്ടങ്ങൾ ജീവിതത്തിൽ ദുന്യാവിലും ആഖിറത്തിലും കിട്ടുന്ന നല്ല ആളുകളിൽ പെടാനും അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ, ഒരുപാട് പേര് ദുആരക്കം പറഞ്ഞു. ഇന്നത്തെ മജ്ലിസിലൊക്കെ പ്രത്യേകം ദുആരക്കണം, അതുപോലെ ഉസ്താദിന്റെ വൈകുന്നേരത്തെ ദിക്റിന്റെ മജ്ലിസിലൊക്കെ ദുആരക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ദുആരക്കുന്നുണ്ട് അല്ലാഹു തആല. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്തുകൾ കമന്റിലൂടെ അല്ലാതെ നേരിട്ട് കണ്ട് ഫോൺ വിളിച്ചൊക്കെ പറയുന്നു, എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബറകാത്തുകളും കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരുടെയും പ്രയാസ, പ്രശ്ന, രോഗങ്ങൾ, സങ്കടങ്ങൾ അല്ലാഹു തആല മാറ്റി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.